നമസ്കാരം. രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ്. ഇന്നലെയാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ യുവതി ട്രെയിനിന് മുന്നിൽ ചാടി തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ തന്നെയാണ്, എന്നാൽ മരണത്തിലേക്ക് അവളെ നയിച്ച കാരണം അതറിയണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇന്നലെയാണ് റിട്ടയർഡ് ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകൾ മേഘയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്നലെ രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ യുവതിയെ 9:30 മണിയോടുകൂടിയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലുള്ള റെയിൽപാളത്തിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. സംഭവ സമയം ആരോടാണ് യുവതി ഫോണിൽ സംസാരിച്ചത് എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. അപകടത്തിൽ മേഘയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നിരുന്നു. ഇനി സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം നടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വീട്ടുവളപ്പിലാണ് നടക്കുന്നത്. ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ 1 വർഷം മുൻപാണ് എമിഗ്രേഷൻ IBയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. മരിക്കുമ്പോൾ 24 വയസ്സ് മാത്രമാണ് പ്രായം. ഇത്ര ചെറുപ്രായത്തിൽ നല്ലൊരു ഉദ്യോഗം സമ്പാദിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ജീവൻ ഒടുക്കിയത്? അതും അച്ഛന്റെയും അമ്മയുടെയും ഒറ്റ മകളാണ് എന്നൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട IBക്കും പോലീസിനും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. IBയിലെ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തിരുവനന്തപുരത്താണ് യുവതി ജോലി ചെയ്തിരുന്നത്. മേഘ IBയിലെ ജോലിക്കാരനായ യുവാവുമായി അടുപ്പത്തിലായിരുന്നു. യുവാവ് ബന്ധത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിന്റെ മനോവിഷമത്തിലാകാം മേഘ ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെയും അനുമാനം. മേഘയ്ക്കുണ്ടായിരുന്ന സൗഹൃദങ്ങളെ കുറിച്ച് വീട്ടുകാർക്ക് അറിയുമായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ അടുപ്പത്തിനോട് വീട്ടുകാർക്ക് എതിർപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് ആ ബന്ധത്തിൽ അനുകൂല നിലപാട് ബന്ധുക്കൾ സ്വീകരിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതൊരു വിവാഹ ചടങ്ങിൽ എത്തുമെന്നായപ്പോൾ IB ഉദ്യോഗസ്ഥൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് ബന്ധു പറയുന്നത്. ഇത് മേഘയെ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം എന്ന് സഹപ്രവർത്തകരിൽ നിന്ന് വിവരം ലഭിച്ചുവെന്നും മേഘയുടെ ബന്ധു ഒരു ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം പറയുന്നത്. പേട്ട പോലീസിനാണ് കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ല എന്നാണ് അമ്മാവൻ സന്തോഷ് ശിവദാസനും പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഘയെ എന്തൊക്കെ അലട്ടിയിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞിരുന്നത്. എന്താണ് പെൺകുട്ടിയുടെ വിഷമത്തിന് കാരണമെന്ന് അറിയില്ല, പക്ഷെ എന്തോ അവളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു. പത്തനംതിട്ട സ്വദേശിനിയാണ് മേഘ. ഇന്നലെ ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിലാണ് കണ്ടെത്തുന്നത്. എന്തായാലും പോലീസിന്റെ അനുമാനമനുസരിച്ച് പ്രണയ നൈരാശ്യം തന്നെയാണ് ആത്മഹത്യക്ക് കാരണം. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റ് അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്.